നമസ്കാരം. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന പിണറായി സർക്കാരിന്റെ ഉത്തരവ് വിവാദമായി. ജനങ്ങൾ ദുരന്തം സംബന്ധിച്ച കാര്യകാരണങ്ങൾ അറിയുന്നത് പിണറായി സർക്കാർ ഭയപ്പെടുന്നു. ശാസ്ത്രജ്ഞർ ഒരു പഠനവും നടത്തി ഒളരേണ്ട, മാധ്യമങ്ങൾ ഒരു വിവരവും പറയേണ്ട എന്നതാണ് വിവാദ ഉത്തരവ് വ്യക്തമാക്കുന്നത്. ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് വിചിത്ര നിർദ്ദേശമാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് ഇറക്കിയത്. ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരോ സാങ്കേതിക വിദഗ്ധരോ വയനാട്ടിലെ ദുരന്തം ബാധിച്ച പ്രദേശങ്ങൾ സന്ദർശിക്കരുത്, ഒരു പഠനവും നടത്തരുത് എന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ നൽകിയ നിർദ്ദേശമാണ് വിവാദമായിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതല വഹിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ടിങ്കു ബിസ്വാൾ എന്നതാണ് ശ്രദ്ധേയം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മേപ്പാടി പഞ്ചായത്തിനെ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശാസ്ത്രജ്ഞർ അവിടേക്ക് ഫീൽഡ് വിസിറ്റ് നടത്തരുത് എന്നും റവന്യൂ സെക്രട്ടറിയുടെ നിർദ്ദേശത്തിലുണ്ട്. പഠനം നടത്താൻ മുൻകൂർ അനുമതി വാങ്ങണം. മാധ്യമങ്ങളോട് ഒരു വിവരവും പങ്കുവയ്ക്കരുത്. പഠന റിപ്പോർട്ടുകളോ വിവരങ്ങളോ കൈമാറരുത് എന്നും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ രേഖാമൂലം ഇറക്കിയ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുരന്തകാലത്തും ഉണ്ടാക്കാത്ത വിധം പിണറായി സർക്കാർ ഇറക്കിയ ഉത്തരവ് ദുരൂഹതയും സംശയങ്ങളും ഉണ്ടാക്കുന്നതാണ്. ഇതിനുള്ള കാര്യവും വ്യക്തമല്ല. മാധ്യമങ്ങളിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ എക്കാലത്തും ഉണ്ടാകാറുണ്ടെങ്കിലും ഇങ്ങനെ രേഖാമൂലം ഒരു നിർദ്ദേശം ഇറക്കുന്നത് ഇതാദ്യമായാണ്. പഠനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ശാസ്ത്രജ്ഞരെ വിലക്കുന്നത് പോലെ ഒട്ടും യുക്തിസഹമല്ലാത്ത ഇടപെടലിന്റെ കാരണമെന്തെന്നും ഉദ്യോഗസ്ഥർക്കും അറിയില്ല. ദുരന്ത സാധ്യത മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലും മുഖ്യമന്ത്രിയുടെ മറുപടിയും വന്ന പിറകെയാണിത്. ഈ സാഹചര്യത്തെ ഇപ്പോഴത്തെ നിർദ്ദേശത്തെ കൂട്ടി വായിക്കേണ്ടതായുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച ആരോപിക്കാവുന്ന വസ്തുതകളൊന്നും ചർച്ചയാകരുത് എന്ന താല്പര്യമാണ് ഇതിനു പിന്നിൽ എന്നതാണ് സംശയിക്കപ്പെടുന്നത്. ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ വിദഗ്ധ സംഘങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാതെ കേരളം പൂഴ്ത്തിവെക്കുകയാണ് പതിവ്. കവളപ്പാറയിലും പുത്തൂർമലയിലും ഉണ്ടായ ദുരന്തത്തിന് ശേഷം യുനിസെഫ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി സംഘം നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകളൊന്നും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. സംഭവം വിവാദമായതോടെ വയനാട്ടിലെ പ്രദേശങ്ങളിൽ പോകാനോ പഠനം നടത്താനോ പാടില്ലെന്ന് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും നിർദ്ദേശിച്ച സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നടപടിയിൽ മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരമൊരു നിലപാട് സർക്കാരിനില്ലെന്ന് വ്യക്തമാക്കിയ പിണറായി ഒടുവിൽ നിർദ്ദേശം പിൻവലിക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയായിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതല കൂടി വഹിക്കുന്ന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശത്തിനെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പ്രതികരണം അറിയിച്ചിട്ടുള്ളത്. മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടം സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സത്യത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു. ആ വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും അത്തരമൊരു നയം സംസ്ഥാന സർക്കാരിനില്ലെന്നും അങ്ങനെ ആശയവിനിമയം നടത്തിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടനെ പിൻവലിക്കാൻ ഇടപെടണമെന്നും ചീഫ് സെക്രട്ടറിയോട് പിണറായി വിജയൻ ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മേപ്പാടി പഞ്ചായത്തിനെ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശാസ്ത്രജ്ഞർ അവിടേക്ക് ഫീൽഡ് വിസിറ്റ് നടത്തരുത് എന്നതായിരുന്നു ടിങ്കു ബിസ്വാളിന്റെ നിർദ്ദേശം. പഠനം നടത്താൻ മുൻകൂർ അനുമതി വാങ്ങണം. മാധ്യമങ്ങളോട് ഒരു വിവരവും പങ്കുവയ്ക്കരുത്. പഠന റിപ്പോർട്ടുകളോ വിവരങ്ങളോ കൈമാറുകയും ചെയ്യരുത്. രേഖാമൂലം ഇറക്കിയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ നൽകിയ നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. നന്ദി.